അടുത്തതായി KR ടോണിയാണ് കവിത അവതരിപ്പിക്കുന്നത്. അദ്വൈതം. പുതിയ വായനയും പഴയ വായനയും തമ്മിലുള്ള വിശകലനം സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. അദ്വൈതം. ഇടയ്ക്കിടയ്ക്കു ഞാൻ എടുത്തു വായിക്കും ഒരിക്കൽ വായിച്ച കവിതകൾ തന്നെ. ഇതെന്ത് പ്രാന്താണെന്ന് അടുത്തു വന്ന് എൻ്റെ ഇടംഭാഗം കോപം നടിച്ചു ചോദിച്ചു. ഇടയ്ക്കിടയ്ക്കു ഞാൻ എടുത്തു വായിക്കും ഒരിക്കൽ വായിച്ച കവിതകൾ തന്നെ. ഇതെന്ത് പ്രാന്താണെന്നടുത്തു വന്നെൻ്റെ ഇടംഭാഗം കോപം നടിച്ചു ചോദിച്ചു. ചിരിച്ചുകൊണ്ടുള്ളു തുറന്നു ഞാനപ്പോൾ. അറിഞ്ഞുകൂടാത്ത പദങ്ങൾ എത്രയാണ്, ഉറന്നുകൂടുന്ന ധ്വനികളെത്രയാണ്. അലങ്കാരോപരി അടയിരിക്കുകിൽ വിരിഞ്ഞു പൊന്തുന്ന രസങ്ങളെത്രയാണ്. ഒരൊറ്റ വായനയ്ക്കിവയെല്ലാം നന്നായി അനുഭവിച്ചുവെന്നുറയ്ക്കുവാനാമോ? പലരും ഉണ്മയെ പരിഗണിക്കാതെ ഒരൊറ്റ വട്ടം കൊണ്ടൊടുക്കും വായന. അപാരസാഗര സമാനമാം കാവ്യം തരും ബ്രഹ്മാനന്ദ സഹോദരാനന്ദം. അറിഞ്ഞിട്ടില്ലാത്ത പശുക്കളാണവർ, പിശിടു തിന്നാനേ വിധിയവർക്കുള്ളൂ. കഴിഞ്ഞതൊക്കെയും കഴിഞ്ഞു, കഴിഞ്ഞതൊക്കെയും കഴിഞ്ഞു, പിന്നെയും പഴയതിൽ തൂങ്ങിക്കിടക്കും നിശീലം. ശരിക്ക് ചിന്തിച്ചാൽ പുതിയതുൾക്കൊണ്ട് രസിക്കുവാനുള്ള കഴിവുകേടല്ലേ. കഴിവുകേടിത് മറച്ചുവെക്കുവാൻ കപടവാചകമടിക്കുകയല്ലേ. ഉതകിടാത്തതാം അഭിരുചികളെ ഉടൻ വലിച്ചെറിഞ്ഞിടുകയേ വേണ്ടു. പിശിടു തിന്നുന്ന പശുക്കൾ തൻ പാലും കുടിക്കുവാൻ വേണം കുറച്ച് യോഗ്യത. തരിച്ചിരുന്നു പോയൊരു നിമിഷം ഞാൻ, തലയ്ക്കകം ഹിമമുറഞ്ഞതുപോലെ. കളരിയഭ്യാസി കണക്ക് മർമ്മത്തിൽ പിടിച്ച് ഇവളെന്നെ തെരുക്കനെ പൊക്കി മലർത്തി നന്നായൊന്നടിച്ചതല്ലയോ. അരാധികൾ കൂടി മഹാകവി എന്ന് പരാതി കൂടാതെ വിളിച്ചിടുമെന്നെ. കരത്തിൽ നിന്നൂർന്ന് നിലത്തു വീണൊരാ ഹരിനാമാദേയ വിശിഷ്ട കീർത്തനം കുനിഞ്ഞെടുത്തുകൊണ്ട് ഉണർന്ന ഗൗരവം കലർത്തി ഞാനൊട്ടു കടുത്തു ചോദിച്ചു. പുരാണേതിഹാസത്രയീശീർഷോവരി പുതിയ ദർശനം ക്ഷിതിയിലെന്തുണ്ട്? പ്രപഞ്ചമാം മഹാകവനം ആദ്യന്തം പുനരീക്ഷിക്കാത്ത മനീഷിയാരുണ്ട്? ഉതകിടാത്തതായി ഒരൊറ്റ വസ്തുവില്ല ഉപയോഗിക്കുവാൻ അറിവെഴുന്നോർക്ക്. ഒരിക്കൽ വായിച്ചത് അതേപടി വീണ്ടും ഒരിക്കലും ആവില്ലൊരാൾക്ക് വായിക്കാൻ. ഒരേ പുഴയിലെ കുളിയെന്നാകിലും ഒരിക്കലും ജലം പഴയതല്ലല്ലോ. ഉപമയും എത്ര പഴയതീശ്വര, ശുനകവാലുണ്ടോ നിവർന്നിരിക്കുന്നു. ജലം അതുകൊണ്ട് എന്തുള്ളൂ ഫലം, കുളിക്കുവോൻ പഴഞ്ചനാണെങ്കിൽ. ജലം അതുകൊണ്ടെന്തുള്ളൂ ഫലം, കുളിക്കുവോൻ പഴഞ്ചനാണെങ്കിൽ. പുറത്തിലെ പുലി അശിക്കുകയില്ല, പുറപ്പെടാ ശാന്തി പുരമറിയില്ല. എനിക്ക് തർക്കിക്കാൻ സമയമില്ലൊട്ടും,
പിടിപ്പത് പണി അടുക്കളയിലുണ്ടിരുട്ടി നേരവും ഇതെന്ത് ജീവിതം. കരണക്കുറ്റിക്കൊന്നടിക്കുവാൻ വലം കരം തുടിച്ചത് മറച്ചു വെച്ചുകൊണ്ട് അവളോട് പ്രിയം പറഞ്ഞു ഞാൻ. അല്ല, അഹത്തോട് ലയിച്ചു പിന്നെയും. നന്ദി.